നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ നിന്നും കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധി മത്സരിക്കണമെന്ന അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സംഘം തിങ്കളാഴ്ച ദില്ലിയിൽ നേരിട്ടെത്തിയാണ് സോണിയാഗാന്ധിയോട് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം പറഞ്ഞിരിക്കുന്നത്. തെലങ്കാനയിൽ നിന്നും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർട്ടിയുടെ സംസ്ഥാന ഘടകം പ്രമേയം പാസാക്കിയതിനെ കുറിച്ചും സോണിയാഗാന്ധിയെ ഇവർ അറിയിച്ചിട്ടുണ്ട്. തെലങ്കാനയ്ക്ക് സംസ്ഥാന പദവി സമ്മാനിച്ച സോണിയാഗാന്ധിയിലെ തെലങ്കാനയിലെ ജനങ്ങൾ അമ്മയായാണ് കാണുന്നത് എന്ന ഒരു പ്രധാനപ്പെട്ട പരാമർശം കൂടി രേവന്ത് റെഡ്ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. എന്തായാലും തെലങ്കാനയിലെ ഖമ്മത്ത് മണ്ഡലത്തിൽ നിന്നും സോണിയാഗാന്ധിയെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നത്. നിലവിൽ BRSന്റെ നാമനാഗേശ്വർ റാവു ആണ് ഇവിടെ നിന്നുള്ള ലോക്സഭാ അംഗം. 2014 പൊങ്കുലേട്ടി ശ്രീനിവാസ റെഡ്ഡി ഇവിടെ നിന്നും YSR കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചുകൊണ്ട് ലോക്സഭയിൽ എത്തുകയും ചെയ്തിരുന്നു. സോണിയാഗാന്ധി സംസ്ഥാനത്തെത്തിയാൽ ഖമ്മത്തിൽ അട്ടിമറി വിജയം നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് അനുകൂല തരംഗം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുകൂടി അവർ വിശ്വസിക്കുന്നുണ്ട്. നേരത്തെ പ്രിയങ്ക ഗാന്ധിയുടെ പേരുകൾ ഉൾപ്പെടെ തെലങ്കാനയിൽ ഉയർന്നു കേട്ടതാണ് എന്ന് നമുക്കറിയാം. എന്തായാലും തെലങ്കാനയിലുള്ളത് ആകെ 17 ലോക്സഭാ സീറ്റുകൾ മാത്രമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ പാർട്ടികൾ എത്രയൊക്കെ സീറ്റാണ് നേടിയത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. 17 സീറ്റുകളിൽ 3 ഇടത്ത് മാത്രമാണ് കോൺഗ്രസ് പാർട്ടി വിജയിച്ചു കയറിയത്. BRS 9 ഇടത്തും BJP 3 മണ്ഡലങ്ങളിലും വിജയിച്ചു കയറിയിട്ടുണ്ട്. ഉവൈസിയുടെ മജ്ലിസ് പാർട്ടി 1 സീറ്റ് തെലങ്കാനയിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇക്കുറി സംസ്ഥാനത്ത് ഭരണം പിടിച്ചതിന്റെ ഒരു വലിയ ആത്മവിശ്വാസം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നേതൃത്വം വിശ്വസിക്കുന്നത്. പക്ഷേ ഇത്തവണ BJPയും തെലങ്കാനയിൽ ഒരു അട്ടിമറി വിജയ സാധ്യത കാണുന്നുണ്ട്. ഇക്കുറി ഇരട്ടി ലോക്സഭാ സീറ്റുകളാണ് BJP ലക്ഷ്യം വെക്കുന്നത്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. പഴയ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും. പല സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ്. കർണാടകയും കേരളവും ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും അത് വളരെ പ്രകടവുമാണ്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡേ ആയിരിക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ഇപ്പോൾ BRSന്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നുകൂടി രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BRS തകർന്ന് തരിപ്പണമാകുന്ന രീതിയിലേക്ക് വലിയ പരാജയം തന്നെയാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. എന്തായാലും കോൺഗ്രസ് പാർട്ടിക്ക് BRSന്റെ തകർച്ച നേട്ടമാകുമോ അതോ BJP പറഞ്ഞതുപോലെ അവർ തന്നെ ഇവിടെ അട്ടിമറി വിജയം സ്വന്തമാക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും സോണിയാഗാന്ധി തെലങ്കാനയിൽ നിന്ന് മത്സരിക്കുമോ ഇല്ലയോ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവർ പറഞ്ഞിരിക്കുന്നത് ഇതിൽ അന്തിമ പ്രതികരണം പാർട്ടിയുടെ ഉന്നത നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ ഉണ്ടാകൂ എന്ന് തന്നെയാണ്. പക്ഷേ ഏറ്റവും അധികം സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നത് തെലങ്കാനയിൽ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.